ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. യമധർമ്മൻ നചികേതസിനോട് പറയുന്നു, ഹേ നചികേതസേ, ആത്മാവിനെ നായമാത്മാ പ്രവചനേന ലഭ്യ. പ്രവചനങ്ങൾ നടത്തിയതുകൊണ്ട് ഒരാൾക്ക് ആത്മാവിനെ ലഭ്യമാണോ? ഈശ്വരൻ ആത്മാബോധം സത്യം എന്നൊക്കെ പറയുന്നത് ഒന്ന് തന്നെയാണ്, പലതല്ല. ആത്മാ എന്ന് പറയുന്നത് മരണാനന്തരം ഇങ്ങനെ കറങ്ങി നടക്കുന്ന അതുമല്ല. ഇതൊക്കെ നമ്മൾ വിസ്തരിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, ഇനിയും മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പം നായമാത്മാ പ്രവചനേന ലഭ്യ ന മേധയാ ന ഭൂനാശ്രുതേന ന മേധയാ. ബുദ്ധിശക്തി കൊണ്ട് കുറേ ഏതെങ്കിലും വിധത്തിലുള്ള അക്കാദമിക്കായിട്ടുള്ള കുറേ നോളേജൊക്കെ ഗ്രഹിക്കാൻ പ്രാപ്തനായിട്ടുള്ളതാണ്, അപാര ബുദ്ധിമാനാണ്. ബുദ്ധിശക്തി കൊണ്ടും ഇതിന് സാധ്യമല്ല. ബഹുനാശ്രുതേന, ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ചിലരങ്ങനെയാണ് ധരിച്ചു വച്ചിരിക്കുന്നത്. അതായത് കുറേ കേട്ട് കഴിഞ്ഞാൽ എന്തോ സംഭവിക്കും. ചിന്മയാൻ സ്വാമികൾ തമാശയായിട്ട് പറയാറുണ്ട്, ഈ മൈക്ക് ഇങ്ങനെ തട്ടിയിട്ട് മുന്നിൽ പ്രഭാഷണം നടത്തും. അങ്ങനെ കുറേ കേട്ട് മോശം കിട്ടണമെങ്കിൽ ഇതാ ഈ മൈക്കിനാണ് കിട്ടുക. ഈ മൈക്ക് സകല പ്രഭാഷണവും കേൾക്കുന്നുണ്ട്, പല മതക്കാരുടേതും കേൾക്കുന്നുണ്ട്. രാവിലെ ഉപനിഷത്ത് കേൾക്കുന്നു, വൈകുന്നേരം ഗീത കേൾക്കുന്നു, അല്ല അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഏറ്റവും കൂടുതൽ കേട്ടവനാണ്, അതിന് കിട്ടണം. ശങ്കരാചാര്യർ പറയും, കഴുത്തിലെ കിടക്കുന്ന മാലയ്ക്ക് രുദ്രാക്ഷത്തിന് മോക്ഷം കിട്ടും, അങ്ങനെ കേൾക്കുന്ന ആളായതുകൊണ്ട്. അതുകൊണ്ട് ബഹുനാശ്രുതേന ഇല്ല എന്ന് പറയാം. യേശ യം വൃണുതേ തേന ലഭ്യ. ആരാണോ അതിനെ വരിക്കുന്നത്, അസ്യേഷ ആത്മാ സ്വം തനും. ആരതിനെ വരിക്കുന്നു, ആരതിനെ അനുഭവിക്കുന്നു, ആരാണോ അതിനെ വരിക്കുന്നത് അവനാണ് അത് ലഭ്യമായിട്ടുള്ളത്. അല്ലെങ്കിൽ ആത്മാവ് ആരെ വരിക്കുന്നു. ഇതിനാണ് അനിരാകരണമസ്തു അനിരാകരണമേ അസ്തു. പരസ്പരം ഒരറിയൽ. അവിടെയാണ് ഈ അഹം ബ്രഹ്മാസ്മി എന്നതും തത്വമസി എന്നതുമൊക്കെ സമ്മേളിക്കുന്നത്. അത് നീയാകുന്നു എന്ന് കേട്ട ഞാനാണത് എന്ന് അവനവൻ അറിയുന്ന ആ ഒരു പ്രക്രിയ. തസ്യേഷ ആത്മാ സ്വം തനും വിവൃണുതേ. അവന് ആത്മാവ് സ്വന്തം തനുവിനെ, തനു എന്ന് പറഞ്ഞാൽ ശരീരം, സ്വന്തം ശരീരത്തെ അതിൽ തന്നെ അതിൻ്റെ ആ ശരീരത്തെയാണോ അനുഭവപ്പെടുത്തുന്നതല്ല, അശരീരിയായിട്ടുള്ള. അതുകൊണ്ടാണ് അതിനെ എന്താണ് സ്വം തനും, തസ്യ ഏഷ ആത്മാ സ്വം തനും വിവൃണുതേ. അതിന് ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളതിനെ അവനവനിൽ ബോധിക്കുന്നു. അതുകൊണ്ടാണ് കേനത്തിൽ നമ്മളൊരു മന്ത്രം പഠിച്ചിട്ടുണ്ട്. എന്താണ്? പ്രതിബോധ വിദിതം മതം അമൃതത്വം ഹി വിന്ദതേ. ആത്മനാ വിന്ദതേ വീര്യം വിദ്യയാ വിന്ദതേ അമൃതം. ആ ബോധം പ്രതി ഉദിച്ചു വരുന്ന ബുദ്ധിസങ്കല്പങ്ങളെ വിശകലനം ചെയ്താൽ പ്രതിബോധ വിദിതം മതം അമൃതത്വം ഹി വിന്ദതേ. മാറ്റമില്ലാത്ത അതിനെ അനുഭവിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് എന്താ വേണ്ടത്? അവിടെ കേനത്തിൽ പറഞ്ഞത്, ആരാണ് ഇപ്പോൾ ഇവിടെ അത് അന്വേഷിക്കുന്നത് അവന് കണ്ടെത്താൻ പറ്റുന്നു എന്നാണ്. ഇഹ ചേതവേദീത് അത സത്യമസ്തി ന ചേതിഹാവേദീൻ മഹതീ വിനഷ്ടി ഭൂതേഷു ഭൂതേഷു വിജിത്യ ധീരാ പ്രത്യസ്മാ ലോകാത് അമൃതാ ഭവന്തി. ഇഹ ഇവിടെ ഇപ്പോൾ അന്വേഷിക്കുന്നു എങ്കിൽ അതുണ്ട്. എവിടെ? അവനവനിൽ അന്വേഷിക്കുന്നു എങ്കിൽ. അതുകൊണ്ട് ഈശത്തിൽ എന്തു പറഞ്ഞത്? തദ്ദൂരേ തദന്തികെ. അത് ദൂരെയാണ്. ആർക്ക്? അന്വേഷിക്കാത്തവന്, മറ്റു പലതിലും തിരയുന്നവന്. തദന്തികെ സ്വം തനും വിവൃണുതേ. ഇതാണ് ഋഷി ഉപയോഗിക്കുന്ന ഭാഷയൊക്കെ ഒന്നാണ്, പക്ഷേ അതിൻ്റെ രീതി
ഇത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഉപനിഷത്തിൻ്റെ പഠനത്തിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. അതാണ്. ഇത് പലപ്പോഴും എന്താണെന്നറിയോ, നമ്മളോട് ചിലർ പറയാറുണ്ട്, സ്വാമി ഞാൻ ഇത് ഉപനിഷത്ത് മുഴുവൻ വായിച്ചു നോക്കി, 2-3 ആവർത്തി വായിച്ചു, ഞാൻ പല വ്യാഖ്യാനങ്ങളൊക്കെ വായിച്ചു, പക്ഷേ എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. നിങ്ങളിത് നാട്ടുകാരെ പഠിപ്പിക്കാം എന്ന് കരുതി അങ്ങോട്ട് ഇറങ്ങുകയാണ്, അതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഇത് ഇവിടെ തന്നെ പറയുന്നത് അതാണ്. ഇപ്പോൾ നമ്മളൊക്കെ ആശ്രമത്തിൽ പഠിക്കുമ്പോൾ നമ്മളോട് സ്വാമിജി ആദ്യമേ പറഞ്ഞിട്ടുള്ളത് ഇതാണ്, നാളെ ഇത് നാട്ടുകാരെ മുഴുവൻ പഠിപ്പിക്കാം എന്നുള്ള ചിന്തയിൽ നിങ്ങൾ ഇറങ്ങുകയേ വേണ്ടെന്ന് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതൊക്കെ പൂട്ടിക്കെട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ ഇതിന് ആശ്രമത്തിലേക്ക് ചേരുന്നതിന് മുമ്പ് തന്നെ ഇൻ്റർവ്യൂവിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സത്യസന്ധമായിട്ടുള്ള ഒരു ആശ്രമത്തിൽ ചേരുന്നതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞത് ഇതെന്താണെന്ന് മനസ്സിലാക്കണം എന്നുള്ളതാണ്. അത് തന്നെയാണ്. അത് കാരണം ഇത് പലരും പലതും പറയുന്നുണ്ട്. ഇതങ്ങനെയല്ല, ഇത് പഠിക്കണം, ഇതിൻ്റെ ഒരു രീതിയിൽ തന്നെ ഇതിൻ്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനം ആവശ്യമാണെന്നുള്ള തിരിച്ചറിവാണ് ആശ്രമത്തിലേക്ക്, സാന്ദീപനി സാധനാലയത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെയും ഇതാണ്. ചിലരൊക്കെ ഉണ്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒക്കെ പറയുവേ. അപ്പോൾ ഇതറിയുക, ആദ്യം മനസ്സിലാക്കുക എന്താണെന്നുള്ളത്. ഞങ്ങളുടെ കോഴ്സ് കഴിയുന്ന അവസാനത്തെ സമയത്താണ് സ്വാമിജി എല്ലാവരെയും വിളിച്ചിട്ട് പറയുന്നത്, ഒരു 2 മാസം 3 മാസം കൂടെ കഴിഞ്ഞാൽ ഇത് കഴിയുകയാണെന്ന് പറയുക. അപ്പോഴാണ് നമ്മൾ അറിയുന്നത്, ഇത് പരിപാടിയൊക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് പഠിക്കാനുണ്ട്, നിങ്ങൾക്ക് സ്വന്തമായിട്ടും പഠിക്കാം, അതല്ലാതെ നമുക്ക്, പക്ഷേ നിങ്ങൾ ഇവിടുന്ന് സ്വതന്ത്രമായിട്ട് നിങ്ങൾക്ക് പുറത്തേക്ക് പോകാനുള്ള സമയമായി. അപ്പോൾ നമ്മളോട് പറഞ്ഞത് ഇതാണ്, ഒന്നുകിൽ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ എന്താണോ നിങ്ങൾ മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് അതുമായിട്ട് മുന്നോട്ട് പോവുക, ഈ പഠിച്ച അറിവൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രവൃത്തിക്ക് സഹായകമാകും. നിങ്ങളുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ ഇതിന് നിർണായകമായ സ്വാധീനം നിങ്ങളിൽ അത് ചെലുത്തിയിട്ടുണ്ട്. സ്വാമിജിയുടെ നിരീക്ഷണമാണ്. പിന്നെ സ്വാമിജി പറഞ്ഞു, ഇത് ഇവിടെ ഈ ഒരു ഓർഗനൈസേഷൻ ചിന്മയ മിഷൻ, ഇതിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാം. എന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 1 വർഷം, അത് കൃത്യമായി നമ്മൾ പാലിച്ചിട്ടുണ്ട്. 1 വർഷം വലിയ പൊതു പരിപാടികൾ, പ്രഭാഷണങ്ങൾ, ഗീതാജ്ഞാന യജ്ഞം, ഉപനിഷത് ജ്ഞാന യജ്ഞം എന്ന രീതിയിൽ നിങ്ങൾ പോയിട്ട് പരിപാടി നടത്തരുത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ചെറിയ നിങ്ങളുടെ സെൻറ്റർ എവിടെയാണോ അവിടെ നിങ്ങൾ ചെറിയ ക്ലാസ്സുകൾ നിങ്ങൾ പഠിച്ച് നിങ്ങൾക്ക് ഇതിനെ മുഴുവൻ ഒരു റിവിഷൻ നടത്തണം. എന്തൊക്കെ നമ്മൾ പഠിച്ചോ അതെല്ലാം ഒരു മനനം വീണ്ടും. അതിന് നിങ്ങൾക്ക് കുറച്ച് പേരെ, അതിന് സ്റ്റഡി ക്ലാസ് എന്നാണ് പറയുക. അങ്ങനെ സ്റ്റഡി ക്ലാസ് നിങ്ങൾ 1 വർഷം നടത്തണം. അത് കഴിഞ്ഞിട്ട് ഭഗവത്ഗീത ഏതെങ്കിലും ഒരു അധ്യായം ജ്ഞാനയജ്ഞമായിട്ട് ചെയ്യാം. പിന്നെ സാവകാശം പോവുക. അത് നമ്മൾ അക്ഷരം പ്രതി അതുപോലെ അനുസരിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കോഴ്സ് കഴിഞ്ഞ് ഞങ്ങളുടെ ഗ്രൂപ്പെല്ലാം അങ്ങനെയായിരുന്നു. ചിലരൊക്കെ ഈ കോഴ്സ് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇതുമായിട്ട് ഇറങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ട്. ആരെയും ക്രിട്ടിസൈസ് ചെയ്യാനൊന്നും പോയിട്ടില്ല. അത് ഇതിൻ്റെ ഇപ്പോൾ സ്വാമിജി നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു ശിക്ഷണം
എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അതുകൊണ്ട് ഇത് ഈ അങ്ങോട്ട് നാട്ടുകാരെ അങ്ങോട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കേൾക്കുക, എന്നിട്ട് ഇതല്ല. ഇത് ആദ്യം നമുക്ക് ബോധ്യപ്പെടുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് ബോധ്യപ്പെട്ടതിന് ശേഷം അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരാളെ ബോധ്യപ്പെടുത്താൻ അല്ലെങ്കിൽ അവർക്ക് ഈ സംശയങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതാണ്. അതുകൊണ്ട് ഈ ചിന്മയ മിഷനിലൊക്കെ ഈ സ്റ്റഡി ക്ലാസ് എടുക്കുന്നതിന് അവർക്ക് സ്റ്റഡി ക്ലാസ് എടുക്കുന്ന ആളുകളുണ്ട്, അവർക്കൊക്കെ ട്രെയിനിങ് ഉണ്ട്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അതിലെത്രമാത്രം അവർ ഇഴുകിച്ചേർന്ന് മുന്നോട്ട് പോകുന്നുണ്ടെന്നാണ്. ഈ സ്വാമിമാർ അല്ലാത്തവരും ക്ലാസ് എടുക്കുന്നുണ്ട്. എത്രയോ ഗൃഹസ്ഥാശ്രമികൾ എന്ന് പറയുന്ന ആൾക്കാർ ക്ലാസ് എടുക്കുക, വളരെ മനോഹരമായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇത് കൃത്യമായിട്ട് ബോധ്യം വന്നിട്ടുള്ളവർ. അപ്പോൾ ഇതിലെ ആദ്യത്തെ ഇത് പ്രവചനത്തിന് മുമ്പ് തന്നെ അതിനാണ് ഈ ശ്രവണം എന്ന് പറയുന്നതും മനനം എന്ന് പറയുന്നത്, നിധിധ്യാസനവും. ഇത് മൂന്നും നന്നായി നടന്നു കഴിഞ്ഞാൽ മാത്രമേ അടുത്ത പരിപാടി നടക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ ഇതിങ്ങനെയൊക്കെ അങ്ങോട്ട് കിട്ടും എന്ന് കരുതണ്ട എന്നാണ് യമൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇത് കേനത്തിൽ പറഞ്ഞല്ലോ, ഇത് ന തത്ര ചക്ഷുർഗച്ഛതി ന വാഗ്ഗച്ഛതി നോ മനഃ ന വിദ്മഹ യഥൈതദനുശിഷ്യാത്. ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരേണ്ടത് എന്നുള്ളത് അറിയില്ല. ഇത് ശുശ്രുമ പൂർവേഷ ഏനസ്തത് വ്യാജചക്ഷിരേ വിജചക്ഷിരേ. എങ്ങനെ ഇത് പറഞ്ഞു തരണം എന്നുള്ളത് അറിയില്ല എന്നുള്ള ഈ ഒരു അവസ്ഥ പൂർവ ഗുരുക്കന്മാരിൽ നിന്ന് കേട്ടിട്ടുണ്ട് എന്ന് കേനോപനിഷത്തിൽ പറയുന്നു. പിന്നെ കഥ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഉപനിഷത്തിൻ്റെ ഒരു സീരീസാണ് ഇതിപ്പോൾ, ഈശം കേനം കടം. അപ്പോൾ എന്തിനാ മുൻ ഉപനിഷത്തുകൾ റെഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഭിന്നമല്ല ഈ വിഷയവും. അവിടെ ശിഷ്യൻ ചോദിച്ചത് എന്താ? നചികേതസ് ചോദിച്ചതുപോലെയാണോ? അല്ല. കേനേഷിതം പതതി പ്രേഷിതം മനഃ കേന പ്രാണപ്രഥമ പ്രൈതിയുക്ത കേനേഷിതാം വാചമിമാം വദന്തി ചക്ഷുശ്രോത്രം കൗദേവോ യുനക്തി. ഇതായിരുന്നു കേനത്തിലെ ചോദ്യം. കേന ഇഷിതം പ്രേഷിതം മനഃ. ആരുടെ ഇച്ഛാമാത്രയിൽ പ്രേരണയാൽ മനസ്സ് ഓരോരോ വിഷയങ്ങളിൽ പതിക്കുന്നു. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ഇതൊക്കെ അതിൻ്റേതായിട്ടുള്ള ആ ഇന്ദ്രിയങ്ങൾ അങ്ങനെ അങ്ങോട്ട് പ്രവർത്തിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതിൻ്റെ പിറകിൽ ആരോ ഉണ്ട്. ആരാണ് എന്നതാണ് ചോദ്യം. അപ്പോൾ ശിഷ്യൻ്റെ ചോദ്യം അവിടെ ഇതൊക്കെ വെവ്വേറെ ആയിട്ടുള്ള ആക്ടിവിറ്റികളാണെങ്കിലും ഇതൊക്കെ വെവ്വേറെ ഏർപ്പാടാണോ അതോ ഒന്നാണോ? ഇതൊക്കെയായിരുന്നു. ഇവിടെ എന്താ? മരണാനന്തരം ചിലർ പറയുന്നു തിരിച്ചുവരവുണ്ട്, ചിലർ പറയുന്നു അതോടുകൂടി എല്ലാം കഴിഞ്ഞു. ചോദ്യം കേൾക്കുന്ന മാത്രയിൽ രണ്ടും വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങളാണ്. പക്ഷെ രണ്ടുപേരും ചോദിച്ചത് ഒന്നിനെ കുറിച്ചാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് തന്നെയാണ് ഇതാണ് നിങ്ങൾക്ക് പിടികിട്ടേണ്ടത്. ഇതാണ് ഇതിൻ്റെ ബേസിക് സാധനം എന്ന് പറയുന്നത്. ഇത് പിടികിട്ടാതെ ഇത് വ്യാഖ്യാനിക്കലോ അല്ലെങ്കിൽ ഇത് എന്താ പറയുക സ്വയം മനസ്സിലാക്കുന്നത് തന്നെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഗുട്ടൻസ് ഇക്കുമത്ത് പിടികിട്ടിയാൽ അത് നിങ്ങൾക്ക് വെളിപാടായിട്ട് വരണം, കൃത്യമായിട്ട് അത് നിങ്ങളുടെ ബോധത്തിൽ ഉദിക്കണം, അത് സ്മൃതിപഥത്തിലേക്ക് കടന്നു വരണം. അതിനാണ് നമ്മൾ ഈ പാരമ്പര്യത്തിൽ ഗുരു അനുഗ്രഹം, ഈശ്വരാനുഗ്രഹം എന്നൊക്കെ പറയുന്നത്. അതാണ് നമ്മൾ പഠിച്ച് അധ്യയനം ചെയ്തതൊക്കെ ആ കൃത്യം അതിലിങ്ങനെ തെളിമയാർന്ന് അത് വരിക എന്നുള്ളത്. ചിലപ്പോൾ വരുന്നത് വേറെ ഓരോന്നായിരിക്കും, അതുമായിട്ട് ബന്ധമുള്ളതായിക്കൊള്ളണമെന്നില്ല.
ബന്ധമുള്ളതുണ്ടാവും, ബന്ധമില്ലാത്തതുണ്ടാവും. അല്ലാതെ ഇതൊരു എന്താ പറയുക, ഉടായ്പ പറയല്ല, അത് മനസ്സിലാവില്ല, അങ്ങനെയല്ല. അതാ കേനത്തിലെ നിസ്സഹായാവസ്ഥയെ പറഞ്ഞത്. ഇവിടെ യമൻ അങ്ങനെയുള്ള ഒരു അവസ്ഥയൊന്നും അവതരിപ്പിക്കുന്നില്ല. യമൻ്റെ രീതി വേറൊരു രീതിയാണ്. ഈ കഠോപനിഷത്തിൽ ഋഷിയുടെ രീതി വേറൊരു രീതിയാണ്. ഇപ്പോൾ നായമാത്മാ പ്രവചനേന ന ലഭ്യ. എന്തുകൊണ്ടെന്ന് മാത്രമല്ല പറയുന്നു. നാവിരതോ ദുശ്ചരിതാൻ നാശാന്തോ നാ സമാഹിതഃ നശാന്തമാനസോ വാപി പ്രജ്ഞാനേനൈനമാപ്നുയാത്. ഇത് പ്രവചനം കൊണ്ടോ ഒരുപാട് ശ്രവണം കൊണ്ടോ ബുദ്ധി കൊണ്ടോ ഒന്നും കിട്ടില്ല. ഇനി ഇവിടെ പറയുന്നു വേറെയും ചിലതുകൊണ്ട് ഇത് ലഭ്യമല്ല. ഏതൊക്കെ? നാവിരതോ ദുശ്ചരിതാൻ നാശാന്തോ നാ സമാഹിതഃ നശാന്തമാനസോ വാപി പ്രജ്ഞാനേനൈനമാപ്നുയാത്. നാവിരതോ ന അവിരത ദുശ്ചരിതാത്. ദുശ്ചരിതാത് എന്താണ്? ഈ ദുശ്ചരിതാത് എന്ന് പറഞ്ഞാൽ ദുഷിച്ച മനസ്സ് ഹേതുവായി ചെയ്യപ്പെടുന്ന ദുഷ്കർമ്മങ്ങൾ. ചെയ്തികളെല്ലാം ദുഷ്ചെയ്തികളാണ് എന്ന് പറഞ്ഞാൽ അപരന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അപരൻ എന്ന് പറഞ്ഞാൽ ചുറ്റുപാട്. അത് കേവലം മനുഷ്യർ മാത്രമല്ല, പ്രകൃതിക്കൊക്കെ തന്നെ. അപ്പം നമ്മൾ ഈ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ വാസ്തവത്തിൽ? ആത്മീയ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശ്രമത്തിൽ ചുറ്റിപ്പറ്റി, അമ്പലത്തിൻ്റെ നടയിൽ അവിടെ ചുറ്റിപ്പറ്റി ഇങ്ങനെ ഓരോ ചിഹ്നങ്ങളൊക്കെ അണിഞ്ഞ് നടക്കുക എന്നുള്ളതാണോ? ഇടയ്ക്കിടയ്ക്ക് ശാന്തി ശാന്തി എന്ന് പറയലും എന്തെങ്കിലും ശ്ലോകങ്ങൾ ഉച്ചരിക്കലും ഇതൊക്കെയാണോ ആത്മീയത എന്ന് പറയുന്നത്? അല്ല എന്ന് പറയാം. അപ്പോൾ നമ്മൾ സാധാരണ ഒരു വളരെ പ്രകൃതിയെയൊക്കെ നന്നായി പരിപാലിക്കുന്ന, അങ്ങനെയുള്ള അതിനെ കൺസിഡർ ചെയ്യുന്ന, ഈ അപരനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാരായണ ഗുരുദേവൻ പറയുമല്ലോ, അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം എന്ന് പറഞ്ഞാൽ അപരൻ എന്നുള്ളത് ഗുരു അവിടെ ഒരു ഗുരുവിൻ്റെ അപരൻ ശബ്ദത്തിനുള്ള വ്യാഖ്യാനം ഗുരു തന്നെ നടത്തിയിട്ടുണ്ട്. ഒരു പീഡയൊരു ഉറുമ്പിനും വരുത്തരുത് എന്നതാണ് ഗുരുവിൻ്റെ കൺസേൺ. അപ്പോൾ ഉറുമ്പ് അപരനാണ്. അപ്പോൾ ഉറുമ്പിനെ അപരനായിട്ട് കണക്കാക്കുന്ന നമ്മുടെ ഈ വലിയ ഒരു ദൈർഘ്യമുള്ള കാലഘട്ടത്തിലല്ലാതെ ജീവിച്ച ഋഷി ശ്രീനാരായണ ഗുരുദേവൻ മുന്നോട്ട് വയ്ക്കുന്ന ആത്മീയതയുടെ അടിത്തറ എന്ന് പറയുന്നത് ഇതാണ്. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം എന്നുള്ള. അപ്പോൾ അപരൻ്റെ സുഖത്തിനെ കൺസിഡർ ചെയ്യുന്ന ജീവിതമാണ് ആത്മീയ ജീവിതം. വേറെയൊന്നും അവിടെ പരിഗണനാ വിഷയമല്ല. നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്നുണ്ടോ, അമ്പലത്തിൽ പോകുന്നുണ്ടോ, അവിടെ കാണുന്നിടത്ത് മുഴുവൻ എന്താ പറയുക കുമ്പിടുന്നുണ്ടോ, ഉത്സവത്തിന് ചെണ്ടയ്ക്ക് കോലിടുന്നിടത്തൊക്കെ പോകുന്നുണ്ടോ എന്നല്ല. അപ്പോൾ നിങ്ങൾ ഈ പ്രകൃതിയെ ഇതൊക്കെ ചെയ്യുകയും കണ്ട എന്താ പറയുക മാലിന്യങ്ങളൊക്കെ നിക്ഷേപിക്കുകയും യാതൊരു വകതിരിവും ഇല്ലാതെ അതിനോടൊക്കെ അത്തരത്തിൽ ഒരു സമീപനം കൈക്കൊള്ളുകയും ചെയ്യുന്നത് എങ്ങനെയാണ് ആത്മീയ ജീവിതമാവുന്നത്? ഒരിക്കലുമില്ല. പക്ഷെ നമ്മളതാണോ കൺസിഡർ ചെയ്യുന്നത്? ഇന്ന് ആത്മീയ ജീവിതം എന്നുള്ളതിന് നമ്മൾ കൊടുക്കുന്ന നിർവചനം എന്താ? ഈ പറഞ്ഞ ചന്ദനക്കുറിയൊക്കെ തൊട്ട് ഇങ്ങനെ ഒരു ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പ്രകൃതി വിരുദ്ധമാണ്. അതൊന്നും തന്നെ കൺസിഡർ ചെയ്യുന്നില്ല. ഈ രാവിലെ ഓഫീസിലേക്ക് പോകുമ്പോൾ കവറിൽ കെട്ടി കൊണ്ടുപോയിട്ട് നദിയിലാണ് കൊണ്ടിടുന്നത്. ഓരോ സ്ഥലത്ത് തോന്നിയെടുത്ത് കൊണ്ടിടുക. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന മാലിന്യത്തെ എങ്ങനെ സംസ്കരിക്കണം എന്നുള്ള ഒരു ബോധ്യമില്ലാത്ത നമ്മുടെ അനാവശ്യ സാധനങ്ങളാണ്. ഏറ്റവും നല്ലൊരു ഇതാണത്. അതെന്താ നമ്മൾ ചെയ്യുന്നത്? അതാണ് നമ്മുടെ കർമ്മത്തിൻ്റെയും കാര്യം. അതാണ് ദുശ്ചരിതാത് അവിരതഃ. ഈ ദുശ്ചെയ്തികളിൽ നിന്ന് ഒരു നിവൃത്തിയില്ലാത്തവൻ. അപ്പോൾ അവൻ്റെ ദുശ്ചെയ്തികൾ തന്നെ എന്താണെന്ന് അറിയില്ലേ? അതാണ് ഏറ്റവും വലിയ കോമഡി. താൻ ഈ ചെയ്യുന്നത്
ദുഷ്ചെയ്തിയാണ് എന്ന് തിരിച്ചറിയാത്ത ആൾക്കാരുണ്ട്. അത് പരസ്യമായിട്ട് ചോദിക്കുകയും പറയുകയും ചെയ്യുന്നവരുണ്ട്. നമ്മളിത് ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ പറഞ്ഞ ഈ ഒരു പുലി ഇറങ്ങി, ആന ഇറങ്ങി എന്നൊക്കെ പറയുമ്പോൾ ഈ ചാനലുകൾക്കൊക്കെ തന്നെ നല്ലൊരു ക്ലാസ് കൊടുക്കേണ്ടതുണ്ട്. ഇവർ പിന്നെ എന്താന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ റേറ്റിങ്ങിന് വേണ്ടി ഇവരിങ്ങനെ എല്ലാ ഈ ഏടാകൂടവും കാണിച്ചുകൊണ്ടിരിക്കും. പടയപ്പം ഇറങ്ങി, അവനിറങ്ങി, ഇവനെ ഇറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മര്യാദ വേണ്ടേ പറച്ചിലിനും ഇതിനുമൊക്കെ. ഇവർ തന്നെ ഓരോ പേര് വിട്ടിട്ട് അരിക്കൊമ്പൻ, പടയപ്പ, മറ്റത് മറിച്ചത്. അവരുടെ കാട്ടിൽ അവരുടേതായിട്ടുള്ള ഒരു സ്വൈര്യ ജീവിതം നടത്തുന്നു. അതിനൊക്കെ നടക്കാനുള്ള വഴികളൊക്കെ ഇതാണ്. ഇങ്ങനെയുണ്ട്, കരുതൽ വേണം എന്നൊക്കെ. നമ്മൾ ഈ വിദേശങ്ങളിലൊക്കെ ഇത്തരം കാര്യങ്ങളിലൊക്കെ കുറേയും കൂടെ അവിടെ പിന്നെ ഈ ആനയും ഇതൊന്നും അല്ലാതെ തന്നെ പല സാധനങ്ങളും ഉണ്ട് ഇറങ്ങുന്നതും വരുന്നതും ഒക്കെ. അപ്പോൾ അവർ വളരെ കെയർഫുള്ളാണ് കാര്യത്തിൽ. അതങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ അവിടെ ഫുൾ ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കും. അത് ചെറിയൊരു എന്താ പറയുക, ഒരു താറാവിനെ പോലുള്ളതുണ്ടല്ലോ, അതും കുട്ടികളും റോഡ് ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ വണ്ടികളെല്ലാം നിൽക്കും, രണ്ട് ഭാഗത്തും നിൽക്കും. അത് മുഴുവൻ പോയി കഴിഞ്ഞിട്ടേ അവർ എടുക്കുള്ളൂ. അല്ലാതെ നമ്മളെപ്പോലെ അങ്ങോട്ട് കുറേ സർക്കാരിനെതിരായിട്ട് ഇതെന്ത് ഇവിടെ ഒരു വേലി കെട്ടണം, മറ്റതാണ് മറിച്ചതാണ്, അങ്ങനത്തെ ബഹളങ്ങളൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് നമ്മൾ വലിയ ഇതൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കോമൺ സെൻസ് ചില സമയത്ത് ഇല്ലേ ഇല്ല. അപ്പോൾ അവരെക്കുറിച്ച് നമ്മൾ കൺസേൺ ആണോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഒരു മലമ്പാമ്പ് വന്ന് കോഴിക്കൂട്ടിൽ വന്ന് ഒരു കോഴിയെ പിടിച്ചു പോയാൽ ഭയങ്കര ഒരു ജില്ല ഹർത്താലാണ്. ഭയങ്കര ജാതി ആധ്യാത്മികതയും ഫിലോസഫിയും ഒക്കെ പറയുന്ന ആൾക്കാരുമാണ്. ഒരു ജീവി അതിൻ്റെ ഭക്ഷണം തേടി വന്ന് അത് പിടിച്ചു പോയതാണ്. ഇത്രയേ ഉള്ളൂ കാര്യം. അതിവിടെ മനുഷ്യനെയും കെട്ടിയിട്ട് തല്ലിക്കൊന്ന ചരിത്രമാണല്ലോ. ഒരു ഭാഗത്ത് നമ്മൾ വലിയ ഉയർന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, മറുഭാഗത്തൊരു ന്യൂനപക്ഷം ഉണ്ട്. ഈ മൊത്തത്തിലുള്ള ഭൂരിപക്ഷത്തിന് അവമാനമായിട്ട് ജീവിക്കുന്ന ഒരു ന്യൂനപക്ഷം ഇവിടെ ഉണ്ട്. അപ്പോൾ ആ വിഭാഗത്തിനെയാണ് പറയുന്നത്. ആ ഒരു ന്യൂനപക്ഷം ഉണ്ടല്ലോ, അവരെങ്ങനെയുള്ളവരാണ്? ദുശ്ചരിതാത്, ദുഷ്ചെയ്തികളിൽ നിന്ന് അവനവൻ്റെ ഇതിനു വേണ്ടി മറ്റുള്ളതിനെ എന്തും ചെയ്യാം എന്നുള്ള വിധത്തിൽ അവർ അതിൽ നിന്നൊന്നും വിരമിക്കാത്തവരാണ്. അപ്പോൾ ദുശ്ചരിതാത് അവിരത ന അവിരത ദുശ്ചരിതാത് നാവിരതോ ദുശ്ചരിതാത് എന്ന് പറഞ്ഞാൽ ദുശ്ചരിതാത് ന അവിരത. അതുപോലെ തന്നെ പ്രജ്ഞാനേന, പ്രജ്ഞാനം, ഇതാണ് പ്രജ്ഞാനം ബ്രഹ്മ. ആ ബോധ്യം, ബ്രഹ്മജ്ഞാനം കൊണ്ട് ഏനം ന ആപ്നുയാത്, ആ ബ്രഹ്മജ്ഞാനം ഇവനെ പ്രാപിക്കില്ല. ആർക്ക് ഇത് പ്രാപ്യമല്ല? ദുഷ്ചെയ്തികൾക്കുടമയായിട്ടുള്ള ഒരുത്തന് ഈ ബ്രഹ്മജ്ഞാനം ലഭ്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല. അപ്പോൾ അതിൽ നിന്ന് പിന്തിരിയണം. കാരണം എന്തുകൊണ്ടാണ്? അവനിൽ അതിനുള്ള യോഗ്യത ഇല്ല എന്ന് പറഞ്ഞാൽ അവനത് മനസ്സിലാവില്ല. പിന്നെ ആർക്കാണ്? പിന്നെ പറയണു അശാന്തഃ ന ആപ്നുയാത്, അശാന്തനെ സംബന്ധിച്ച്, ശാന്തി ഇല്ലാത്തവന്. ഗീതയിൽ ഭഗവാൻ ചോദിക്കും അശാന്തസ്യ കുതസുഖം, അവനെവിടുന്ന സുഖം ഉണ്ടാവുന്നത്? അവിടുത്തെ സുഖശബ്ദം അവനെങ്ങനെ ബ്രഹ്മജ്ഞാനം ഉണ്ടാവും, ശാന്തി സമാധാനം ഉണ്ടാവും? അശാന്തനുണ്ടാവില്ല. ഇവിടെ അത് പറയുന്നു അശാന്തഃ ന ആപ്നുയാത്, അവനെ സംബന്ധിച്ചും ഇത് പ്രാപിക്കുന്നതല്ല. അസമാഹിതഃ, സമാഹിതൻ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തിയിട്ടുള്ള അവസ്ഥ. അസമാഹിതഃ, മനസ്സിന് ഈ പറഞ്ഞ സദാ ഇളകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലുള്ള ഒരുവനെ സംബന്ധിച്ചും വാ അപി, അവനും എന്താണ്? ന ആപ്നുയാത്, പ്രാപിക്കില്ല. അപ്പോൾ ദുഷ്ചെയ്തികളിൽ നിന്ന് പിന്തിരിയാത്തവൻ, മനസ്സ് അസ്വസ്ഥമായിരിക്കുന്നവൻ,
അത് സദാ ഇളകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയുള്ള ഒരുവനെ സംബന്ധിച്ചും ഇത് പ്രാപിക്കുക എന്നത് സാധ്യമല്ല. തുടർന്ന് യസ്യ ബ്രഹ്മചക്ഷത്രം ച ഉഭേ ഭവത ഓദന മൃത്യുസ്യ ഉപസേചനം ക ഇത്തവേദയത്ര സഹ. ഈ വല്ലി ഇവിടെ അവസാനിക്കുകയാണ്. യസ്യ ബ്രഹ്മചക്ഷത്രം ച ഉഭേ ഭവത ഓദന മൃത്യുസ്യ ഉപസേചനം ക ഇത്ത വേദ യത്ര സഹ. ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള ഇതിൽ ഈ കൽപ്പന എന്ന് പറയുന്നത് വേദത്തിൻ്റെ ഒരു അനേന ഇതുകൊണ്ട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കൽപ്പം ഇതിൻ്റെ വേദത്തിൻ്റെ അംഗമാണ്. ശിക്ഷാകൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം. മറ്റേ ജ്യോതിഷമല്ലേ? അപ്പോൾ കൽപ്പം അനേന ഇതുകൊണ്ട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ കൽപ്പനകളുണ്ട്. ഇപ്പോൾ ഉപനിഷത്തിൽ, വേദത്തിൽ അതുണ്ട്. ഇതിൽ തന്നെ വരുന്നുണ്ട്. കൽപ്പന ഗംഭീരമായിട്ട് പറയാൻ പോകും. അടുത്ത വല്ലിയിൽ അതാണ് വരുന്നത്. വളരെ പ്രസിദ്ധമായ കൽപ്പനകൾ വരുന്നു. ദ്വാസുപർണ സയുജാസകായ സമാനം വൃക്ഷം പരിഷസ്വജാതേ. 2 കിളികൾ ഒരു വൃക്ഷത്തിൽ. കിളിയൊക്കെ എന്താണ്? കൽപ്പനകളാണ്. ഇതിനെ ഓരോന്നിനെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. അങ്ങനെ ഇവിടെ പറയുകയാണ്, യസ്യ ബ്രഹ്മചക്ഷത്രം ച ഉഭേ ഭവത ഓദന. യസ്യ യാതൊരുവന് ബ്രഹ്മചക്ഷത്രം ച ബ്രഹ്മവും ക്ഷത്രവും 2 വർണ്ണങ്ങളായിട്ടും നമുക്ക് മനസ്സിലാക്കാം. അതിനപ്പുറത്ത് ബ്രാഹ്മണ ക്ഷത്രിയ എന്ന് പറയുമ്പം ശങ്കര ഭഗവത്പാദരെ പോലുള്ളവർ ബ്രഹ്മച ക്ഷത്രം ച എന്നുള്ളതിന് ഭാഷ്യത്തിൽ പറയുക ജ്ഞാനത്തെയും കർമ്മത്തെയുമാണ്. ഒന്ന് അറിവ്, ആ അറിവിനനുസൃതമായിട്ടുള്ള കർമ്മം. അങ്ങനെയാണ്. അതാണ് ആ വർണ്ണത്തെ ആത്മീയ വഴിയിൽ അതിൻ്റെ തത്വചിന്ത എന്ന് പറയുന്നത് അതാണ്. അപ്പം നമ്മുടെ ജ്ഞാനമുണ്ട്. ക്ഷത്രിയൻ എന്ന് പറയുന്ന ക്ഷതത്തിൽ നിന്ന് ത്രാണനം ചെയ്യിക്കുന്നവനാണ്. അപ്പം നമ്മൾക്ക് പരിക്കേൽക്കാതെ നമ്മളെ രക്ഷിക്കുന്നത് നമ്മുടെ കൈകളൊക്കെയാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു വസ്തു, ആരോ കല്ലെടുത്ത് എറിഞ്ഞു, വേറെ ആരോ എറിഞ്ഞാൽ നമ്മുടെ നേരെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു വടി കൊണ്ടാണ് എറിഞ്ഞത്. മാറിയാലും ചിലപ്പോൾ അത് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 2 കൈ കൊണ്ടും അതിനെ പിടിക്കും, തട്ടി മാറ്റും. അപ്പോൾ പെട്ടെന്നാണ് നമ്മുടെ ഈ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ ബുദ്ധി നമ്മുടെ കൈകളോട്, ഇന്ദ്രിയങ്ങൾക്ക് ഓർഡർ ഇട്ടു, എടാ പിടി, എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ ഉടനെ അത് ചെയ്യുന്നു. അല്ലാതെ ബുദ്ധിക്ക് അതിനെ തടുക്കാൻ പറ്റില്ല. ബുദ്ധിക്ക് തടുക്കാൻ പറ്റുന്ന അത്തരം സ്ഥലങ്ങളിലേക്ക് പോവാതിരിക്കലാണ്. പിന്നെ അഥവാ പെട്ടുപോയി കഴിഞ്ഞാൽ അതിനെ തടുക്കുന്ന ആളാണ് നമ്മുടെ കൈകളും കാലുകളും, അതിനെ പ്രതിരോധിക്കുന്നത്. അവർക്കാണ് ക്ഷത്രിയൻ്റെ സ്ഥാനം. നമ്മുടെ കൈകളൊക്കെ അതിനുള്ളതാണ്, ക്ഷത്രിയന്മാരാണ്. നമ്മളെ സേവിക്കുന്നതാണ് ഈ കാലൊക്കെ, നമ്മളൊരു സ്ഥലത്ത് എത്തിക്കും. അതുകൊണ്ടാണ് ശൂദ്രൻ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഈ പറയുന്ന ഒരു ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ഒക്കെ ഉണ്ട്, അത് വേറെ. ഇതിൽ പറയുന്നത് വേറെ. അപ്പം ഈ ബ്രഹ്മക്ഷാത്ര ഇതിൻ്റെ രണ്ടിൻ്റെയും സമന്വയമാണ് കൃഷ്ണനും അർജുനനും എന്ന് പറയുന്നത്. അതെവിടെയുണ്ടോ അതാണ്. എത്ര യോഗേശ്വര കൃഷ്ണ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവാ നീതിർ മതിർ മമ എന്ന് ഗീതയെ സംഗ്രഹിച്ച് സഞ്ജയം പറയുന്നത്. യോഗേശ്വര കൃഷ്ണ, എത്ര യോഗേശ്വര കൃഷ്ണ. ഇവിടെയാണോ യോഗേശ്വരനായ കൃഷ്ണൻ എന്നാണ് പറയുന്നത്. യോഗം എന്താണ്? ആത്മീയതയുടെ, അധ്യാത്മവിദ്യയുടെ, ആത്മജ്ഞാനത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ. ആത്മജ്ഞാനം. എത്ര യോഗേശ്വര കൃഷ്ണ, എത്ര പാർത്ഥോ ധനുർധര. ധനുസ് ഏന്തിയ പാർത്ഥൻ എവിടെയാണുള്ളത്? അതെന്താണ്? അമ്പും വില്ലും പൊക്കിയെടുത്ത ഒരു അർജുനൻ എവിടെയാണ് ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ കർമ്മത്തിൻ്റെ ഒരു എക്സ്ട്രീമാണത്. അപ്പം ജ്ഞാനകർമ്മ സമന്വയം
അതെവിടെയാണ്? എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയ ബോധി നിധി നീതിർ മതിർമമ. എൻ്റെ അഭിപ്രായത്തിൽ സഞ്ജയൻ പറയുന്ന അവിടെയാണ് എല്ലാ ഐശ്വര്യവും യശസ്സും കീർത്തിയും എല്ലാം വരുന്നത് എന്ന് പറയാം. അതെ, അവിടെയാണ് വരിക. മിണ്ടാതിരിക്കുന്നിടത്താണോ വരുന്നത്? അല്ല. അപ്പോൾ അവിടെ പറയുന്ന യോഗേശ്വരനും അർജുനനും എന്നതാണ് ഇവിടെ ബ്രഹ്മജ ക്ഷത്രം ച. അതെന്താണ്? യസ്യ യാതൊരുവന് ഓദനം എന്ന് പറഞ്ഞാൽ അന്നം, ഭക്ഷണമാണ്. രണ്ടും കൂടെ ചേർന്നിട്ടുള്ളതാണ് ഈ അന്നം, ചോറ്. യസ്യ യാതൊരുവനാണ് ഉപസേചനം, അതിങ്ങനെ ഒഴിച്ചു കൂട്ടാനുള്ള കറി അല്ലെങ്കിൽ അച്ചാർ ഇങ്ങനെയുള്ളതാണ് എന്ത് ഉപസേചനം എന്ന് പറയുക. ഉപസേചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃത്യു, മരണം അങ്ങനെ തൊട്ടുകൂട്ടാനുള്ള കറി, ആസ്വദിക്കാനുള്ള ഒരു ആസ്വാദക വസ്തുവായിട്ടാണ് പറയുന്നത്. ഇത് രണ്ടും എന്താ? ഈ രണ്ട് കൂടെ ചേർന്നിട്ടുള്ള ചോറിൽ ഈ മൃത്യു അങ്ങനെ കുഴച്ച് ശാപ്പിടുക. ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അപ്പം യസ്യ ഉപസേചനമായിട്ട് മൃത്യു ഭവിക്കുന്നു. സഹ അവന് എത്ര എവിടെയാണോ ഇത്തം ഈ പറഞ്ഞതെല്ലാം തന്നെ കഹ വേദ ആരാണ് ഇതൊക്കെ അറിയുന്നത്? വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആർക്കാണ് ഇത് ഉപസേചനമായി വരുന്നത്? യാതൊന്നിനെയാണ് ഇവൻ ഒഴിച്ചു കൂട്ടുന്നത്? അത് എവിടെ ഇരിക്കുന്നു? ഇത് യമൻ തന്നെ ഒരു ചോദ്യരൂപേണ നചികേതസിനോട് ചോദിക്കുക. എന്താണ്? കഹ വേദ ആരറിയുന്നു എന്ന്. ഇത്രയും പറഞ്ഞിട്ട് ഈ വല്ലി, രണ്ടാമത്തെ വല്ലി അവസാനിക്കുന്നു. മൂന്നാമത്തെ വല്ലി ആരംഭിക്കുന്നു. മൂന്നാമത്തെ വല്ലി കഠോപനിഷത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാം പ്രധാനപ്പെട്ടത് തന്നെ, എന്നാലും വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കാം. ഒന്നാമത്തെ മന്ത്രം. ഋതം പിബന്ധൗ സുഹൃതസ്യ ലോകേ ഗുഹാം പ്രവിഷ്ടൗ പരമേ പരാർദ്ധേ ഛായാതപൗ ബ്രഹ്മവിദോ വദന്തി പഞ്ചാഗ്നയോ യേ ച തൃണാചികേതാഃ. ഋതം പിബന്ധൗ സുഹൃതസ്യ ലോകേ ഗുഹാം പ്രവിഷ്ടൗ പരമേ പരാർദ്ധേ ഛായാതപൗ ബ്രഹ്മവിദോ വദന്തി പഞ്ചാഗ്നയോ യേ ച തൃണാചികേത. ഋതം പിബന്ധൗ. ഋതം എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യം. എവിടെ? സുഹൃതസ്യ ലോകേ. ലോകം എന്ന് പറഞ്ഞാൽ അനുഭവമണ്ഡലം എന്ന. ലോക്യതേ ഭുജ്യതേ ഇതി ലോകഃ. ഒരു വീട്ടിൽ തന്നെ ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, അവരുടെ രക്ഷിതാക്കൾ അടങ്ങുന്ന ഒരു പേര് അത്ര ആളുകൾ ഉണ്ടെങ്കിൽ അവരൊക്കെ ഓരോരോ ലോകത്തിലാണ് വസിക്കുന്നത്. ആർക്കും വലിയ ഐഡിയ ഒന്നും ഇല്ലാത്തതാണ് അവരുടെ ലോകം. ചിന്മയാൻ സ്വാമികൾ ഒരു വളരെ രസമായിട്ട് തമാശ രൂപേണ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു വീട്ടിൽ ഗൃഹനായകൻ, മൂപ്പരാണ് അവിടുത്തെ വരുമാനം, ഒരു കാറ് വാങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ കാറ് വാങ്ങി. കാറ് വാങ്ങാൻ തീരുമാനിക്കുമ്പോൾ തന്നെ മൂപ്പര് ഒരു ലോകത്തിലാണ്. എന്താ ലോകം? ഏത് ഞാൻ മേടിക്കണം, ഏത് കാറ് മേടിക്കണം, അപ്പോൾ അതിന് കയ്യിലെത്ര കാശ് വേണം,
എത്ര ലോൺ എടുക്കാം, അതിൻ്റെ അടവ് എങ്ങനെയാണ്, അപ്പോൾ എവിടെയൊക്കെ ഇതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ഒപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ഇതിൻ്റെ റീപേയ്മെൻറ്റ് മാസാമാസം എത്രയാണ്, എത്ര വർഷം ഇത് എടുക്കും, ഇങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെയുള്ള ചിന്തകളുടെ ഒരു ലോകം. അത് കാറ് വാങ്ങാൻ തീരുമാനിക്കുമ്പോഴും വാങ്ങിക്കഴിഞ്ഞാലും ഒക്കെ അങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ ചിലവ് വരുന്ന മെയിൻ്റനൻസ് എന്തൊക്കെ വരും, എന്തൊക്കെ വരാം, അങ്ങനെയൊക്കെയുള്ള കണക്കുകൂട്ടലുകളുടെ ലോകത്തിൽ. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെങ്കിലോ, ഇത് സ്വാമിജി പറയുന്നതാണ്, ഏത് കാറായിരിക്കും ചേട്ടൻ മേടിക്കാൻ പോണത്, എന്തായാലും കുറച്ച് ഒരു എന്താ പറയുക, ഒരു മോശമാഞ്ഞാൽ മതി. ഇന്ന ആളുകൾക്കൊക്കെ കാറുണ്ടേ, ചേച്ചിയുടെ ഭർത്താവിനുണ്ട്, അപ്പുറത്ത് അവരുണ്ട്, ഇവരുണ്ട്. അപ്പോൾ അവരോടൊക്കെ പറയേണ്ട ഒരു ഇതിൽ പറ്റുന്ന ഏത് കാറാണ് എന്നൊക്കെ ഉള്ള ഒരു ലോകത്തിലാണ് അവർ. അദ്ദേഹത്തിൻ്റെ മകൾക്ക് അവൾ ഈ കാറിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴുള്ള ലോകം, അത് AC ഉള്ള കാറായിരിക്കുമോ മേടിക്കുക, ഈ പവർ ഗ്ലാസ്സൊക്കെ ഉണ്ട്, ഇങ്ങനെ ഞെക്കിക്കഴിഞ്ഞ് എങ്ങനെ താഴണം, ഞെക്കിയാൽ പൊങ്ങണം, അതെല്ലാം ഇങ്ങനെ തിരിച്ച് അതൊക്കെയാണോ അച്ഛൻ മേടിച്ചു കൊണ്ടുവരിക. അപ്പം ഞാനിങ്ങനെ പോകുന്ന സമയത്ത് ഗ്ലാസ് ഇങ്ങനെ താഴ്ത്തി ഹായ് എന്ന് പറഞ്ഞു ഇങ്ങനെ ഇതാക്കാം, മറ്റേതാകുമ്പോൾ എനിക്കിങ്ങനെ തിരിച്ച് കയറ്റേണ്ടിയൊക്കെ വരില്ലേ, അങ്ങനെയുള്ളതായിരിക്കുമോ. AC ഉണ്ടാവുമോ, അതിലാ മണം വയ്ക്കുന്ന സാധനമൊക്കെ ഉണ്ടാവുമോ, TV-യിലൊക്കെ പരസ്യം കാണിക്കുന്നുണ്ടല്ലോ, അതൊക്കെ മേടിക്കുമോ, അതോ അച്ഛൻ വല്ല സെക്കൻഡ് ഹാൻഡ് മേടിച്ച് കൊണ്ടുവരുമോ. ഇനി അദ്ദേഹത്തിന് മകനുണ്ടെങ്കിലോ, അവൻ്റെ ചിന്ത ഇതൊരു സ്പോർട്സ് കാറായിരിക്കുമോ, ഇതിൻ്റെ ഗിയർ എത്ര ഉണ്ടാവും, എന്താണ് എന്നൊക്കെയാണ്. ഇനി അവിടെ ഒരു ജോലിക്കാരി ഉണ്ടെങ്കിലോ, ഇയാൾക്ക് എവിടുന്നാണ് ഇതിനൊക്കെ കാശ് എന്നതാണ്. കാറ് വീട്ടിലേക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാലോ അതിനെക്കുറിച്ച് കേട്ട് ഇരിക്കുന്ന സമയത്ത് ഒരു വീട്ടിലുള്ള ആളുകളുടെ ഓരോരോ ലോകങ്ങൾ. ഇവർ ഓരോരുത്തരും ഓരോരോ ലോകങ്ങളിലാണ്. നമ്മൾ ഓരോരുത്തരും ലോകം എന്ന് പറഞ്ഞാൽ അനുഭവ മണ്ഡലം, അതാണ് ലോകം. ലോക്യതേ ഭുജ്യതേ, അവിടെ നമ്മൾ അനുഭവിക്കുന്നു അതിനെ. ഇതേതാണ് അനുഭവമണ്ഡലം? സുഹൃതസ്യ ലോകേ, ഇത് സുഹൃതത്തിൻ്റെ ലോകമാണ്. സത്യത്തിൻ്റെ, സത്കർമ്മത്തിൻ്റെ, നന്മയുടെ, മൂല്യങ്ങളുടെ ആ അനുഭവം എന്ന് പറയുന്നത് ഒന്ന് വേറെ തന്നെയാണ്. അവിടെ എന്താണ്? ഋതം സുഹൃതസ്യ ലോകേ ഋതം പിബന്തൗ സുഹൃതസ്യ ലോകേ, അവിടെ അവർ പാനം ചെയ്യുന്നു. എന്തിന്? ഋതത്തെ, സത്യത്തെ. പരമേ പരാർദ്ധേ, ആ പരമമായിട്ടുള്ള പരാർദ്ധത എന്ന് പറഞ്ഞാൽ ഈ ഉപനിഷത്തിൽ നമ്മളിങ്ങനെ ഓരോരോ ശബ്ദങ്ങൾ നമുക്ക് പരിചയപ്പെടാൻ സാധിക്കും. ഉപനിഷത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സാധാരണ ഇതാണ് ഈ വൈദിക സംസ്കൃതം എന്ന് പറയുന്ന ഒന്നും ലൗകിക സംസ്കൃതം. സംസ്കൃതത്തിൽ കൃതികളുടെ കാലഗണനയൊക്കെ ഈ ഉപയോഗിച്ച ഭാഷയുടെ, ഇപ്പം നമുക്കറിയാലോ പഴയ ആധാരങ്ങളിൽ ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട്. അത് ഇന്ന് അതിന് സമാനമായി വേറെ പദങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ചിലതൊന്നും നമ്മളിപ്പോഴും മാറ്റുന്നില്ല. ഈ ടിയാൻ എന്നൊക്കെ പറയുന്നത് പോലത്തെ കുറേ കാര്യങ്ങളുണ്ട്. പോലീസ് മഹസറുകൾ എഴുതുന്ന സമയത്ത് മാത്രം ഉപയോഗിക്കുന്ന, ആധാരത്തിൽ പ്രമാണങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന പഴയ ഭാഷയുടെ, ഇപ്പം മലയാളത്തിലാൽ തന്നെ മലയാളം, തമിഴ് എന്നൊക്കെ അതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷനിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് ശബ്ദങ്ങളുണ്ട്. നമ്മളതിൽ ഓരോന്നിനെയൊന്നും പറയുന്നില്ല, നിങ്ങൾക്കറിയാം പലതും. ചിലതൊക്കെ തമിഴ് ശബ്ദങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്ന പലതും, ഒറിജിൻ എന്ന് പറയുന്നത്. പിന്നെ ഒറിജിനിൽ സംസ്കൃതമുണ്ട്. ഇതുപോലെ അപ്പോൾ അത് ഈ കാലത്തെ നിശ്ചയിക്കുന്നുണ്ട് ഭാഷ. നമുക്കറിയാം ഈ പറഞ്ഞ ഈ പുതിയ കാലത്ത് 900
2000-ത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ 2000 പിറക്കുമ്പോൾ 2000-ന് മുമ്പ് ഇല്ലാതിരുന്ന പല പദങ്ങളും മലയാളത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പലതും. അപ്പോൾ അങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ നടത്തിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇന്ന് നമുക്കറിയാൻ പറ്റും ഇത് ഏത് സമയത്താണ്. അതുകൊണ്ടാണല്ലോ നമുക്കിപ്പോൾ ഒരു എന്താ പറയുക, ഒരു തമാശയായിട്ട് ഓർക്കാൻ പറ്റുന്ന ഒന്ന്, ഈ മഹാഭാരതത്തിൻ്റെ മലയാളം മൊഴിമാറ്റം ചെയ്ത് ഡബ് ചെയ്തിട്ടുള്ള ഇത് കാണിക്കുമായിരുന്നു ഓരോരോ പ്രാദേശിക ഭാഷകളിൽ. പിൽക്കാലത്ത് ആദ്യം അതിൻ്റെ ഒറിജിനലായിട്ട് അങ്ങനെയാണ് നമ്മൾ ഈ പരന്തു പഠിച്ചത്. ലേക്കിൻ എന്നുള്ളതിൻ്റെ പരന്തു എന്ന് പറയുന്നതൊക്കെ ആ കാലത്താണ് ഏറ്റവും കൂടുതൽ പരന്തു എന്ന് പറയും. ഒരു കോമഡിയൊക്കെ ആയിട്ട് പലരും പറയാറുമുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഇതിൻ്റെ മൊഴിമാറ്റത്തിൽ ഇതേപോലെ ഈ ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്, ഈ കൃഷ്ണനും കൂട്ടാളികളും ഒക്കെ അങ്ങനെ അവർ പോകുമ്പോൾ പറയാം, കംസനും പാർട്ടിയും ഇതുവഴിയാണ് പോയത്, അതുകൊണ്ട് നമുക്ക് ഇതുവഴി പോകാം എന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വിശകുകൾ ഈ അപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ എന്താണ്, അതൊരു അരോചകമായിട്ട് തോന്നും. കാരണം എന്താണ്, അവിടേക്ക് ആ ഭാഷയിലേക്ക് കൊണ്ടുപോകുന്നില്ല. അങ്ങനെയുള്ള ഭാഷ ഉപയോഗിക്കണം. നമ്മൾ ചരിത്രത്തിൻ്റെ ചില അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉപയോഗിക്കുമ്പോൾ ആ ഭാഷ അതിൽ വളരെ പ്രധാനമാണ്. അതിൽ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും ഈ പഴയ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് അതിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു അരോചകം തന്നെയാണ്. ശരിയായില്ല എന്ന് തന്നെ പറയും. അല്ലെങ്കിൽ വസ്ത്രധാരണത്തിൽ തന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ മൊബൈൽ ഫോണും വിളിച്ചിങ്ങനെ പോകുന്നുണ്ടെങ്കിലോ, പഴയൊരു സിനിമ കാണിക്കുമ്പോൾ 900-ൻ്റെ ആരംഭത്തിലൊക്കെ ഉള്ള, അല്ലെങ്കിൽ 1800-കളിലെ കാണിക്കുന്ന സമയത്ത്. അപ്പോൾ ഇവിടെ പറഞ്ഞ എന്താന്ന് പറഞ്ഞാൽ കുറച്ച് ശബ്ദങ്ങളുണ്ട്, അതിന് സമാനമായ മറ്റ് ശബ്ദങ്ങളുമുണ്ട്. അപ്പോൾ ചിലത് നമ്മൾ പുതുതായിട്ട് കേൾക്കുന്നതാണ്. അപ്പോൾ ചില ഉപനിഷത്തുകളിൽ അത് ഇങ്ങനെയാണ്, ഇതാണ് അതിൻ്റെ സാരം എന്ന് പറയാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. ഋതം പിബന്ധൗ സുഹൃതസ്യ ലോകേ ഗുഹാം പ്രവിഷ്ടൗ പരമേ പരാർദ്ധേ ഛായാതപോ ബ്രഹ്മവിദോ വദന്തി പഞ്ചാഗ്നയോ യേ ച തൃണാചികേതാഃ. നമുക്ക് നാളെ കാണാം ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.